ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഇന്ന് അല്ലേ, നമ്മുടെ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ നടന്ന എപ്പിസോഡ് ഇന്നലെ വെള്ളിയാഴ്ചയാണ് നടന്നത്. ആ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, ഒരു ഓക്കെ എപ്പിസോഡ്. എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഇന്നലത്തെ എപ്പിസോഡിൽ. ജസ്റ്റ് കൊള്ളാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. അത് കാരണം എനിക്ക് അത്രയ്ക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അതാണ് സംഭവം. നമ്മുടെ ലാലേട്ടൻ വന്ന് അവിടെ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തന്നു. കാണിച്ചു തന്നെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ റൂമിലോട്ട് അതായത് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തോട്ട് ചെന്നു. ലാലേട്ടൻ നല്ല ഗൗരവത്തിലാട്ടോ, ഗൗരവത്തിൽ അവിടെ ഇരുന്നുകൊണ്ട്. അപ്പം നിങ്ങളെ കാണാൻ വരണ്ടെന്ന് ഞാൻ ഓർത്തതാ, പിന്നെ ഞാൻ വന്നു, ഇത് ഞാൻ ഏറ്റതല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പം അനുവിനെയും ജിസേലിനെയും എണ്ണിപ്പിച്ച് നിർത്തി. ഇവരുടെ പ്രശ്നം എന്താ, അനുമോളുടെ പ്രശ്നം എന്താ. അപ്പം അനുമോള് പറഞ്ഞ് ജിസേല് റൂളൊന്നും നോക്കുന്നില്ല, റൂളെല്ലാം ബ്രേക്ക് ചെയ്യുക. അപ്പം ലാലേട്ടൻ ചോദിച്ചാൽ അനുമോള് റൂളെല്ലാം കറക്റ്റായിട്ട് നോക്കുന്ന ആളാണോ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നതാണോ, വീട്ടിലെ പണി ചെയ്യത്തില്ലെന്ന് പറയുന്നു, മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കുന്നു, അങ്ങനെ അനുമോളുടെ കുറേ റൂൾ ബ്രേക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതൊക്കെ നല്ലതാട്ടോ. കുറച്ച് കൂടുതൽ ഫയർ അനുമോൾക്ക് കിട്ടിയെങ്കിലും അത് അനുമോൾക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കത് അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് കഴിഞ്ഞ സീസണിനകത്തെ നമ്മുടെ സിബിൻ ഇതുപോലെ ലാലേട്ടൻ ശരിക്കും ഫയർ ചെയ്തായിരുന്നു. സിബിന്റെ അത് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയ രീതിയിലല്ല ലാലേട്ടൻ കൊടുത്തത്. ഭയങ്കരമായിട്ട് സിബിനെ തളർത്തി കളയുന്ന രീതിയിലായിരുന്നു ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. അതുപോലെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അനുമോക്കും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അനുമോക്ക് ശരിക്കും ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഒന്നും കറക്റ്റ് പറയാൻ കഴിയുന്നില്ല. ആ രീതിയിൽ ജിസൈലിനോട് ചോദിക്കുമ്പോൾ ജിസൈൽ ഇവളെൻ്റെ ചുണ്ടിൽ ഇങ്ങനെ തേച്ചു, അപ്പം ഞാൻ എന്നെ റിഫ്ലക്ഷനായിട്ട് ചെയ്തു. ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ജിസൈലിനോട് ശരിക്കും സബ് കോർണറായിട്ട് കാണിച്ച് ശരിക്കും ഇങ്ങനെ പാമ്പർ ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തോന്നി, ഈ പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ വീഡിയോ കാണിച്ചു കൊടുത്തു. ഈ സംഭവങ്ങൾ ജിസയിൽ പലരോടും പറഞ്ഞ് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് തേച്ചു എന്നൊക്കെ ആ വീഡിയോ കണ്ടപ്പം അങ്ങനെ പറഞ്ഞാൽ അവർക്കൊക്കെ മനസ്സിലായി കാണും. അനുമോൾ അങ്ങനെയല്ല, ഇങ്ങനെ അനുമോക്ക് പൊക്കമില്ല, ജിസയിലിന് നല്ല പൊക്കം. അപ്പം ഇങ്ങനെ എത്താൻ വേണ്ടി ഇങ്ങനെ മുകളിലോട്ട് നല്ല ശക്തിക്ക് ഇങ്ങനെ ചുണ്ടല്ലേ തേച്ചതാ. അതിൽ റിഫ്ലക്ഷനല്ല, അത് ജിസയിലിന് ഉണ്ടായിരിക്കുന്ന റിഫ്ലക്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റിഫ്ലക്ഷൻ ആ സെക്കൻഡിൽ തന്നെ നല്ലതാണ്. അനുമോൾ ഇങ്ങനെ എടുത്തു, അപ്പം ജിസേലിന്റെ കൈ വേറെ വഴിക്ക് പോയി. അത് കഴിഞ്ഞാണ് ജിസേല് അനുമോളെ നല്ല ശക്തിക്കൊന്നും ഇടുന്നത്. അപ്പൊ ജിസേലിനോട് ചോദിക്കുന്നുണ്ട്, ആ ഉന്തല്ല അനുമോളുടെ തല ഇടിക്കോ, അവിടെ കത്തിയും കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതിനകത്ത് ചെന്ന് കയറുകയൊക്കെ ചെയ്ത് എന്ത് ചെയ്തേനെന്നൊക്കെ ചോദിച്ചു. പിന്നെ അവർക്ക് പണിഷ്മെന്റ് കൊടുത്തു. അവർക്ക് പണിഷ്മെന്റ് 2 മണിക്കൂർ ജയിലിൽ കിടക്കണം. അടുത്ത നോമിനേഷൻ ഡയറക്റ്റ് നോമിനേറ്റ് ആയിട്ടുണ്ട്, നോമിനേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അനുമോളുടെ ഒരു ബാഡ്ജ് ജിസേൽ കുത്തണം. ജിസേലിന്റെ ബാഡ്ജ് പടമുള്ളത് അനുമോള് കുത്തണം. അതാണ് കൊടുത്തിരിക്കുന്ന പണിഷ്മെന്റ്. ഇതൊക്കെ എന്ത് പണിഷ്മെന്റ് അല്ലാലേട്ടാ, നിങ്ങളുടെ പ്രമോയിൽ കണ്ട പണിഷ്മെന്റും മലപ്പുറം കത്തിയും അമ്പും വില്ലും ഇതൊന്നും അല്ലായിരുന്നല്ലോ. ഏതാണ്ട് വലിയ മല മറിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷെ മലയൊന്നും മറിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നിവിന്റെ പുറത്ത് പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിവിന്റെ കാര്യം രസമാണ്. നിവിൻ പുറത്ത് പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിവിൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയുമെങ്കിലും ബിഗ് ബോസ് ഒറ്റയടിക്ക് വാതിൽ തുറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലാന്ന്. അപ്പൊ ലാലേട്ടൻ നല്ല ഷൗട്ട് ചെയ്ത് തന്നെയാണ് നിവിനോട് പറഞ്ഞത്. നിവിൻ ഇത് നിങ്ങൾ ബിഗ് ബോസിനോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയേണ്ട കാര്യമില്ല, അതിന്റെ ടീം ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ നിവിനോട് പറഞ്ഞു കൊടുത്തു. നിവിന് ശരിക്കും വാണിംഗ് കൊടുക്കുന്ന രീതിയിലാണ്. ഇനിയിപ്പോൾ അങ്ങനെ പോകാൻ തോന്നുവാണ് പറഞ്ഞ് അപ്പം തന്നെ തുറന്നു വിടാന്ന്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ രേണുവിന് ഒരു ചാൻസ് കൊടുത്ത് ലാലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളോട് പറയുന്നുണ്ട്, രേണു ഇനി പോകണമെന്ന് ചോദിച്ചു. അങ്ങനെ പോകണമെന്ന് ചോദിച്ചത് കാരണം മാത്രം രേണുവിനൊന്നും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി കേട്ടോ. വേറെ കണ്ടന്റ് ഒന്നും രേണു അവിടെ കൊടുക്കുന്നില്ല, അങ്ങനെയെങ്കിലും ഒന്നും പറയാനുള്ള ഒരു അവസരം രേണുവിനുണ്ടാക്കി കൊടുത്തു ലാലേട്ടൻ. അങ്ങനെ നിവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിവിനെ അവിടെ ഇരുത്തി. പിന്നെ അക്ബർ ഇവരെയൊക്കെ വിളിച്ചിരുത്തി. അപ്പൊ അനുമോള് പറഞ്ഞു, ഇവരെല്ലാം എന്നെ പുറകെ നടന്ന ബുള്ളി ചെയ്യും. അപ്പൊ അക്ബറിനോട് ഇവരോടൊക്കെ പറയുന്നുണ്ട്, ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യാതെ വേറെ നിങ്ങൾ വേറെ കളിക്ക്, ഈ കണ്ടന്റ് അല്ല വേറെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ലാലേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവേണ്ടത് ഇവര് അനുമോളെ വെച്ച് തന്നെ അനുമോക്ക് തന്നെ പ്രയോറിറ്റി കൊടുത്ത
ഇന്നത്തെ ഇവർക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകാം. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരു 3/4 ലാലേട്ടൻ സംസാരിച്ച അനുമോളുടെ വിഷയമാണ്. അനുമോള് ജിസയില്, അനുമോള് അക്ബർ, അനുമോള് അപ്പാനി, അനുമോള് എല്ലാ അനുമോളുമായിട്ട് വന്ന കോണ്ടന്റ്, അനുമോള് ജിസയില്, ഇങ്ങനെ അനുമോളുമായിട്ട് വന്ന കോണ്ടന്റുകൾ മാത്രമേ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളൂ. അനുമോളുമായി ബന്ധപ്പെട്ടാണ് ബാക്കി വന്നേക്കുന്ന അത്ര ഇത്. അപ്പൊ ഇവർക്കൊന്നും ചിന്തിക്കാൻ പാടില്ല. അനുമോളാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. എപ്പിസോഡിൽ ഫുള്ളായിട്ട് അനുമോളുടെ കേസാണ് പോകുന്നത്. ഇപ്പൊ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഫുള്ളായിട്ട് അനുമോളുടെ കേസാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ കാരണം ഒരാൾക്ക് ഇത്രയും പ്രൊമോഷൻ കിട്ടുക, ഞങ്ങൾ തന്നെയാണ് അവരുടെ PR ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നീ പൊട്ടന്മാർക്കും ഈ മണ്ടിമാർക്കും ചിന്തിക്കാൻ പാടില്ല. റെനയുടെ വാ തുറന്നാൽ തന്നെ നെഗറ്റീവാണ്. അത് ഞാൻ ആരിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആര്യൻ ഇങ്ങനെ റിവേഴ്സ് സൈക്കോളജിയോ അങ്ങനെ ഏതാണ്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ ആര്യൻ കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടനോട് നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്ന, തലയിൽ ഞാൻ തൊപ്പി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കുളിക്കുമ്പോൾ ഊരണോ കിടക്കുമ്പോൾ ഊരണോ ചോദിക്കുന്നു. നിനക്ക് എന്നോട് കളിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ കളിച്ചോളെ ലാലേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അവന് ശരിക്കും കിട്ടി. ആര്യന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടി കേട്ടോ. എന്നാലും ചെറുക്കന് മനസ്സിലാവുന്നില്ല തോന്നുന്നു. ആര്യന് ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ. അതിന് ഈ എന്താ അതിന് പറയുന്നൊന്നും മനസ്സിലായി. അതിന്റെ മുഖത്ത് വരുന്ന ഓരോ പോസ്റ്റുകളും ചേഷ്ടകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഉറം കൊടുക്കാൻ തോന്നും. ആ രീതിയിലാണ് ആര്യന്റെ പെർഫോമൻസ്. ഈ ആഴ്ച ഞാൻ ഓർത്തു ആര്യനാണ് വോട്ടിങ്ങിലൊക്കെ കുറവിൽ നമ്മൾ അറിഞ്ഞായിരുന്നു. പക്ഷെ ഞാനോർത്ത് ആര്യൻ പുറത്തു പോകുന്നു ഓർത്തു. ആര്യൻ എവിക്ഷൻ വന്നുകൊണ്ടാണോ ബിഗ് ബോസ് എവിക്ഷനൊക്കെ മാറ്റി വെച്ചത് ആർക്കറിയാം. അപ്പൊ അടുത്ത ഈ എവിക്ഷൻ തന്നെ അടുത്ത വീക്ക് കണ്ടിന്യൂ എന്ന് പറയും. അപ്പൊ അതിനകത്തോട്ട് ജിസയിലും അനുമോളൂടെ വന്നിട്ടുണ്ട്. പിന്നെ ആദില നൂറ, അപ്പോൾ ആദില നൂറോടൊക്കെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ എനിക്ക് ഒരിതായിട്ട് എനിക്ക് തോന്നിയില്ല എപ്പിസോഡ്. പിന്നെ ഈ സ്വേച്ഛാധിപതികളുടെ ഇവർ ഏത് ടാസ്ക് വന്നാലും നിങ്ങളിങ്ങനെ കുളവാക്കുക, നിങ്ങൾ നന്നായിട്ട് ടാസ്ക് കളിക്കുന്നത്, അതൊക്കെ ലാലേട്ടൻ പറഞ്ഞു കേട്ടോ. ശരിക്കും അനുമോൾക്ക് ശരിക്കും വിഷമം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ലാലേട്ടൻ കൊടുക്കുന്ന സമയത്ത് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്നെ ഇവരെന്നെ പുറകെ നടന്ന് പുള്ളി ചെയ്യുന്ന ഇതാവുന്നില്ല, ഞാനിവിടെ തരുന്ന പൈസയ്ക്ക് എനിക്ക് നല്ല എമൗണ്ട് തരുന്നുണ്ട്, ആ നല്ല എമൗണ്ടിനുള്ള പണി ഞാൻ എടുക്കുന്നുണ്ട്, ഞാൻ ചുമ്മാ ഇരിക്കുന്നത്. അത് ശരിയായിട്ട് അനുമോൾ ആ പൈസയ്ക്കുള്ള പണി നല്ല ഫസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് അനുമോൾ എടുക്കുന്നുണ്ട്. എപ്പിസോഡ് ഡെയിലി ഉള്ള എപ്പിസോഡിലും ലാലേട്ടൻ്റെ എപ്പിസോഡിലും അനുമോളുടെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, വേറെ ആരുടെയും കണ്ടന്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇവരെ പോലെ ഞാൻ ചുമ്മാ ഇരുന്ന് തിന്നാൻ വന്നല്ല, ഞാൻ നന്നായിട്ട് അവിടെ എല്ലാ കണ്ടന്റും കൊടുക്കുന്നുണ്ടെന്നൊക്കെ അനുമോള് പറഞ്ഞു. അത് കറക്റ്റ്. അവിടെ കൊടുക്കുന്ന പൈസയ്ക്ക് പണിയെടുക്കുന്ന ഒരാൾ അനുമോള് മാത്രമേ ഉള്ളൂ. നല്ല ഒന്നാന്തരം പണിയെടുക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ രാത്രിയിൽ നല്ലൊരു അടി അവിടെ നടന്നു കേട്ടോ. BB+നകത്ത് വന്നിരിക്കുന്നത് നല്ലൊരു അടി. ഷാനവാസം അതായത് അനുമോളുടെയും ആര്യൻ്റെയും ബെഡ് ഇങ്ങനെ രണ്ട് കോർണറിലൊരു ചേർന്നായി വരുന്നത്. ഒരു സൈഡിൽ ഇങ്ങനെ, ഒരു സൈഡിൽ ആര്യൻ്റെ ഇത്. അപ്പൊ അനുമോൾ അവിടുന്ന് എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് എവിക്ഷൻ ആകുമ്പോൾ പോകുമ്പോൾ ഇവർക്ക് തലേദിവസം പെട്ടി കൊടുക്കൂല ഡ്രസ്സ് പാക്ക് ചെയ്യാൻ. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിരുന്നപ്പം അനുമോൾ പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് ആര്യൻ ഇങ്ങനെ ഇവർ നടക്കുന്ന വഴിയിൽ പെട്ടി ഇങ്ങനെ ഉയർത്തി വെച്ചേക്കാണ്. ഉയർത്തി വെച്ചിട്ട് ആര്യൻ എൻ്റെ ബാക്കിൽ കൂടെ അനുമോൾ നടന്നുപോയി. അനുമോള് നടന്നു പോയപ്പം ആര്യൻ എൻ്റെ ദേഹത്ത് ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഓടി വന്നു അനുമോട്ട് ഒരു ചവിട്ട്. എന്താ ചെയ്താൽ അത് ആ അനുമോള് പോയതിൻ്റെ പുറകെ തന്നെ രേണുവും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് രേണു കാണില്ല അനുമോള് ചവിട്ടിയത്. അനുമോളുടെ ബാക്കി തന്നെ രേണു വന്നിട്ട് അനുമോളോടുള്ള വൈരാഗ്യം തീർത്ത്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് എന്നെ ചവിട്ടി. അപ്പൊ ജിസയിലും അക്ബറും അപ്പാൻ്റെ കൂടെ ഓടി വന്ന് ഇവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പൊ ഇവര് പുറത്ത് കൊണ്ടുപോയിരുന്ന ഷാനവാസൊക്കെ ശരിക്കും സപ്പോർട്ട്, ഷാനവാസിനെയൊക്കെ ടീമിലോട്ട് ശരിക്കും ആവാഹിച്ച് പിടിച്ചിട്ടുണ്ട്. അനുമോളെയും നൂറേനെയും ആദിലേനെയൊക്കെ ശരിക്കും ആവാഹിച്ച് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഇവര് സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നും ശൈത്യം ഇല്ല കേട്ടോ. ശൈത്യ ഇതിൽ അനുമോളെ എന്തെങ്കിലും പറഞ്ഞാൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ പിന്നെ ശൈത്യ പതിയെ അനുമോളുടെ അടുത്തുനിന്ന് വലിയും, പിന്നെ പതിയെ അനുമോളുടെ അടുത്തോട്ടു. ഇതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത് നീ പുറത്തിരുന്ന് പറഞ്ഞ നിന്നെ പ്രൊവോക്ക് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നീ നല്ല രീതിയിൽ കരയാന്ന്, നല്ല രീതിയിൽ പ്രതികരിക്കുക, നിന്നെ മാത്രമല്ലേ ടാർഗറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രതികരിക്കാൻ പറഞ്ഞാൽ അവർ നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരാ ഷാനവാസും ആദിലെ നൂറയും ഒനീലും അബിയൊക്കെ പറയുന്നുണ്ട് പ്രതികരിക്കുക അവരെ. അതിൻ്റെ ഇടയ്ക്ക് ഇവരെ പറയുന്നുണ്ട് നമ്മുടെ ആര്യൻ ആർക്കും അടിക്കാവുന്നൊരു ബോളാട്ടോ. ആര്യൻ മറ്റേ റെന
ആരെ തന്നെ അപ്പാനി, ഇവർക്കൊരു ബോധമില്ല, ചുമ്മാ വായി തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീംസാ. അപ്പൊ ഇവരെ പ്രവോക്ക് ചെയ്ത് ഇത്രയും ദിവസം നിന്നോട് കളിച്ച കളി തിരിച്ച് കളിക്കാനൊക്കെ ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അനുമോക്ക് മനസ്സിലാവുന്നില്ല അതെന്താ അങ്ങനെ ഇങ്ങനെ. അപ്പൊ ആരും ചവിട്ടിയ കേസ് ബിഗ് ബോസിന്റെ ക്യാമറയെ നോക്കി പറ. അപ്പം നീ ഇങ്ങനെ ചെയ്തപ്പോ അപ്പൊ തന്നെ ജിസേൽ എന്ന് ക്യാമറ ചെന്ന് പറഞ്ഞുകൊണ്ടല്ലേ പരാതി ചെയ്ത്. ആ ജിസേലിന്റെ തള്ളുന്ന കാര്യം അനുമോൾ ക്യാമറ പറഞ്ഞിരുന്ന വേറെയുള്ള എപ്പിസോഡിലൊന്നും റിഫ്ലക്ഷൻ ഇത് വന്നിട്ടൊന്നും അല്ല. നമ്മുടെ റോബിൻ റിയാസ് തൊട്ടപ്പം അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് റോബിൻ തള്ളിയതാ. ആ റോബിൻ തള്ളിയപ്പം ആരാ ഔട്ടായത്? റോബിൻ ഔട്ടായി. റോബിൻ നല്ല തള്ളുകളില്ലേ. അപ്പൊ പക്ഷെ പിടിച്ചതാരായിരുന്നു? റിയാസ് ആയിരുന്നു പിടിച്ചത്. അപ്പൊ ഇതിലങ്ങനെ അവള് പിടിച്ചുകൊണ്ട് ഞാൻ അവളെ തള്ളിയൊന്നുമില്ല. അനുമോള് പരാതി കൊടുക്കണം. അനുമോക്ക് കുറെ മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ട്. പിന്നെ അനുമോടെ കുറെ കുലസ്ത്രീ സംസാരങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അനുമോള് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീബി മെറ്റീരിയൽ ആയിട്ട് തന്നെ വരും, സൂപ്പറായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷാനവാസിന്റെ ടീമും അനുവിന്റെ ടീമും. ഷാനവാസിന്റെ പറഞ്ഞാൽ ഷാനവാസ്, ഒനീല്, പിന്നെ അബി, ഇത്രയും പേരിലെ ടീമിലോട്ട് അനുമോള്, ശൈത്യ വരുമായിരിക്കും, കുറെ പേരായിരിക്കും, ആദില, നൂറ, ഇത്രയും പേര് വന്ന് സിങ്ക് ആയിട്ടുണ്ട്. ഇവരുടെ ടീം വലിയൊരു ടീമായിട്ടുണ്ട്. മറ്റേ ബുള്ളി ടീമിലോട്ട് അടിക്കാനായിട്ട് ഇപ്പുറത്തെ ടീം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഷാനവാസൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് കളിക്കാൻ ഇറങ്ങി. അനുമോളുടെ ബെഡിന്റെ അവിടെ അനുമോളുടെ ശൈത്യനും കൂടെ ചെരുപ്പ് താഴെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആരിന്റെ സൈഡ് അത് തന്നെ. അപ്പൊ ആരും അവിടെ ചെരുപ്പ് വെക്കണം. അനുമോളൊക്കെ വെച്ച ചെരുപ്പിന്റെ മുകളിലോട്ട് ആരും ചെരുപ്പ് വെക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചേറാവുന്നു. എന്നിട്ട് അക്ബറിന്റെ മേത്തോട്ട് വന്നിട്ട് ആ ചെരുപ്പ് തട്ടുന്നു. അക്ബർ അപ്പൊ എന്റെ മേത്തോട്ട് അനുമോള് ചെരുപ്പ് എറിഞ്ഞതുകൊണ്ട് വഴക്കാവുന്നു. അക്ബർ എടുക്കുന്ന ഇവിടെ ഷാനവാസിന്റെ ഷോൾഡർ ഇവിടെ ഇങ്ങോട്ട് തട്ടുന്നു. അങ്ങനെ മുട്ട മഴക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഷോൾഡർ പുഷൊക്കെ വെച്ച് നോക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഷോൾഡർ പുഷ് വെച്ച് കൊടുത്തു. ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലോട്ട് രാത്രി വിളിച്ചു. അങ്ങനെ അവരെ വാൺ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് പിന്നെ ആദിലെ നൂറയും കൂടെ റെനയുടെ ഫ്യൂസ് ഉരുവിടുന്നുണ്ട്. നീ ജിസേലമ്മയ്ക്ക് കാല് ഞെക്കി കൊടുക്കുക. എപ്പോഴും ജിസേലിന് മസാജ് ചെയ്ത് കൊടുക്കലാണല്ലോ റെനയുടെ പരിപാടി. നീ ജിസേലമ്മയ്ക്ക് കാല് ഞെക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ശരിക്കും റെന ലാസ്റ്റ് ബാത്റൂം ഇത്രയും ദിവസം അനുമോളെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്ന റെനേനെ അതിലെ നൂറയും കൂടെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കി വിട്ടു. റെന ബാത്റൂമിൽ പോയിരുന്ന് കരയുമായിരുന്നു തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ആദിലേനെ അപ്പാനെ നല്ല തെറി വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ ഇത് വന്നിട്ട് അപ്പാനെ നല്ല തെറി വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലത്തെ ലൈവിനകത്ത് കണ്ടത് അപ്പാനെ പുറകെ മാപ്പ് പറയാൻ നടക്കുന്നതും. അപ്പൊ അതിലെ പറയുന്നുണ്ട്, നിങ്ങൾ ഗ്യാങ്ങുമായിട്ട് വാ, നിങ്ങളുടെ ഗ്യാങ്ങുമായിട്ട് വന്നിട്ട് എന്നോട് പറയുന്നുണ്ട് ചുറ്റും നിന്ന് കൈ അടിക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ശരിക്കും ഇന്നലെ രാത്രി നല്ല ഒന്നാന്തര യുദ്ധക്കളമായിരുന്നു ബിഗ് ബോസിന്റെ ഇത്. അപ്പൊ ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇത്രയും നേരമൊക്കെ ആയിക്കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്നേക്കുന്നത് കേട്ടോ. എനിക്ക് ഓക്കെ എപ്പിസോഡ്. എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല. അനുമോളെ പുറകെ നടന്ന് പുള്ളി ചെയ്യുന്നതും പിന്നെ മുഖത്ത് നോക്കി പട്ടിയെ പോലെ മുഖം ഒരുക്കുന്നത്, ഇതൊക്കെ ലാലേട്ടൻ ചോദിക്കണം. വീഡിയോ ഇട്ട് കൊടുത്തതിനും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവൻ പോയപ്പം നിവിൻ പോയപ്പോഴത്തേനും ഈ ചെറുക്കനില്ലേ നമ്മുടെ കുന്നംകുളം രൺബീർ കപൂർ പിന്നെ പറയുന്നുണ്ടെന്ന് അടുത്ത ടാസ്ക് ഫിസിക്കൽ ടാസ്ക് എന്തെങ്കിലും വരുമ്പോഴത്തേനും ഞാൻ അറ്റാക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ സോറി പറഞ്ഞാൽ മതിയില്ല. അതൊക്കെ ചോദിക്കണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ചോദിക്കാണ്ട് കുറെ വിട്ടതുകൊണ്ടാണ് നമ്മുടെ സിജോയും റോക്കിയും തമ്മിൽ ഇടി നടന്നത്. എന്നിട്ട് സിജോയ്ക്കും പോയി റോക്കിക്കും പോയി. എന്തുണ്ടായി? അത് ആ കറക്റ്റ് സമയത്ത് വാൺ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ശരിക്കും അനുമോളെ ലാലേട്ടന്റെ ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് അനുമോളെ കൊണ്ടങ്ങോട്ട് തള്ളിയിട്ട് കൊടുത്തു. അവർക്ക് ഇനി എന്ത് വേണേലും അത് ഗെയിമാണെന്നാ ലാലേട്ടൻ പറഞ്ഞത്. പക്ഷെ അവരുടെ ഗെയിം കുറെ പരിധി വിട്ടു പോകുന്നുണ്ട്, കാണാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കുറച്ചൊന്നും അവരെ നിയന്ത്രിക്കും. അക്ബർ മാറി, ഞാൻ ഉമ്മ വിളിച്ചപ്പോ മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടന് മാറിയിട്ടൊന്നുമില്ല. ഇപ്പൊ പാട്ട് പാടിക്കൊണ്ട 100% ഉണ്ട്, അതിൽ 80%-ലോട്ടായി. കുറച്ച് ഇവർ ചെയ്യുന്ന ബുള്ളിങ്ങിന്റെ വീഡിയോ ഒക്കെ കാണിച്ചെടുത്ത് കുറച്ചുകൂടെ അവരോട് പറയണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. ഇപ്പൊ അവര് ഇപ്പോഴും ഓർക്കുന്ന അനുമോക്കട്ടെന്നല്ല നല്ല വഴക്കിട്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാ, പുറത്ത് ഞങ്ങൾക്ക് നല്ല ഇതാണ്. ഇത്രയും ഒരു പെൺകുട്ടീനെ ഇട്ട് ഇങ്ങനെ പുറകെ അവർക്കൊന്നാ തന്നെ ഒന്നുമില്ല, പ്രഷർ കുക്കറിനകത്ത് കിടക്കുന്നല്ല. അതിൻ്റെ കൂടുതൽ ഈ രാവിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും നിൽക്കുമ്പോഴും എവിടെ പോയാലും പുറകെ ബുള്ളിങ് കൂടെ ചെയ്യേണ്ട കാര്യമില്ലോ. അപ്പൊ ഇവരെ ജസ്റ്റ് ഇച്ചിരും കൂടെ പറഞ്ഞ് ഇവിടെ റൂട്ട് ഒന്ന് തിരിച്ചു വിടണം കൂടെ ചെയ്യണമായിരുന്നു തോന്നുന്നു. അതൊന്നും ലാലേട്ടൻ ചെയ്തിട്ടില്ല. പിന്നെ
ഓക്കെ, അങ്ങനെ കുഴപ്പമില്ലാത്ത എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ലൈവിനകത്ത് നമ്മുടെ ആര് വൈൽഡ് കാർഡ്സ് 5 വൈൽഡ് കാർഡ്സ് കയറുന്നുണ്ട്. വൈൽഡ് കാർഡ്സ് കയറും. അപ്പോൾ അതുമായിട്ടുള്ള പുതിയ റിവ്യൂ ആയിട്ടൊക്കെ വരാം. അപ്പോൾ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. ടാറ്റാ, ബൈ.